അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കുന്നത്? 5ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മക്കൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്നു നോക്കുക, നോട്ട് ബുക്കൊക്കെ തുറന്നു നോക്കുക. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. യോഗാത്മക് ആക്കലൻ അല്ലേ, ഏക്ക് എന്നാണ് ഉണ്ടാവുക. യോഗാത്മക് ആക്കലൻ ഏക്ക്. എന്നിട്ട് നമ്മുടെ ഇയർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, 2026, 27 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നോക്കിയേ, സാമാന്യ നിർദ്ദേശ് അല്ലേ, നിങ്ങൾക്ക് കുറച്ച് റെഗുലേഷൻസ്, കുറച്ച് റൂൾസ്, കുറച്ച് നിർദ്ദേശങ്ങൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ നിർദ്ദേശങ്ങൾ? കക്ഷ 5 കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട് 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട് അല്ലേ. അപ്പം നിർദ്ദേശങ്ങളൊന്ന് നോക്കിക്കോ. പെഹല 15 മിനിറ്റ്, ആദ്യത്തെ ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കൂൾ ഓഫ് ടൈം കൂൾ ഓഫ് ടൈം ആണ്. അപ്പോൾ റിലാക്സ് ആയിട്ട് കൂളായിട്ട് നല്ലോണം ശ്വാസമൊക്കെ എടുത്തിരിക്കുക. യഹ് പ്രശ്നപത്ര വാചൻ കെ ലിയേ ഹേ, ഈ പ്രശ്നപത്രം, ഈ ചോദ്യപേപ്പർ വായിക്കാനാണ് ആദ്യത്തെ 15 മിനിറ്റ്. കുൽ 6 പ്രശ്ന ഹേ, സഭി കെ ഉത്തർ ലിഖ്നെ ഹേ, 6 ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിൻ്റെയും ആൻസർ ചെയ്യുക. 2 പ്രശ്നം വികൽപ്പ് ഹേ, വികൽപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ആണ്, ചോയ്സ് ആണ്. അപ്പോൾ 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ ചോയ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയാൽ മതിയായിരിക്കും. താഴെ നിങ്ങളുടെ നാമും കക്ഷയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നാം എന്താണ്? പേരാണ്. അപ്പം എൻ്റെ പേരെന്താണ്? പ്രസാദ് എന്നാണ്. എന്താണ്? പ്രസാദ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് എഴുതുക. പാഞ്ചുവീം കക്ഷ അല്ലേ, 5ാം ക്ലാസ്സിന് എന്താ നമ്മൾ പറയുക? പാഞ്ചുവീം കക്ഷ എന്നാണ് പറയുക. ഓക്കെ, സെറ്റല്ലേ മക്കളെ? അവിടെ ആദ്യം തന്നെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഡയറി എഴുതാനാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡയറി എഴുതാറുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ ഒരു ഡയറി നിങ്ങൾക്ക് ചോദിച്ചാൽ ഏത് പാഠത്തുനിന്ന് ചോദിക്കാനാണ് സാധ്യത? നമ്മുടെ നീതുവിൻ്റെ പാഠത്തുനിന്ന് അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എത്ര പാഠമുണ്ട് പരീക്ഷയ്ക്ക്? ധൂപ്പ് ആ ഗൈ എന്ന് പറയുന്ന പാഠമുണ്ട്, ടോമി ഔർ മൈം ഉണ്ട്, പില്ല ഉണ്ട്, പിന്നെ ചിടിയാ കാ ഘർ ഉണ്ട് അല്ലേ. അതിലെ ടോമി ഔർ മൈം എന്ന് പറയുന്ന പാഠത്തിലാണ് നമ്മുടെ നീതു ഉള്ളത് അല്ലേ. അപ്പം എന്താ ചോദ്യം? എന്താ ഡയറി എഴുതേണ്ട ചോദ്യം എന്താണ്? നീതു കോ ഏക്ക് പില്ല ഥാ ടോമി, നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പില്ല എന്ന് പറഞ്ഞാൽ അറിയാലോ, പട്ടിക്കുട്ടി. അതിൻ്റെ പേര് ടോമി എന്നാണ്. ഏക്ക് രാത്ത് നീതു കോ ഉസേ മിലാ ഹേ, ഒരു രാത്രിയാണ് ആ പട്ടിക്കുട്ടി ആർക്ക് കിട്ടിയത്? നമ്മുടെ നീതുവിന് കിട്ടിയത് അല്ലേ. ഉസ് ദിൻ, ആ ദിവസം നീതുവിനെ അപ്പനി ഡയറി മേ ക്യാ ലിഖാ ഹോഗ, ആ ദിവസം നീതു അവളുടെ ഡയറിയിൽ എന്താ എഴുതിയിട്ടുണ്ടാവുക? മക്കൾക്കാണ് പട്ടിക്കുട്ടിയെ കിട്ടിയെങ്കിൽ മക്കൾ എന്ത് എഴുതും? ഇന്നൊരു നല്ല ദിവസമായിരുന്നു, ഇന്ന് എനിക്കൊരു പട്ടിക്കുട്ടിയെ കിട്ടി, ഞാൻ അവന് ടോമി എന്ന് പേരിട്ടു, അവൻ നല്ല സുന്ദരനാണ്, അവന് ഞാൻ ചായയും ബിസ്ക്കറ്റും കൊടുത്തു, അങ്ങനെ എഴുതും അല്ലേ. അതുപോലെ ഒരു ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ നിർബന്ധമായിട്ടും എന്താ ശ്രദ്ധിക്കേണ്ടത്? പറഞ്ഞേ, എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡേറ്റ് വേണം, ദിനാങ്ക് വേണം അല്ലേ. തിഥി എഴുതണം, ദിനാങ്ക് വേണം. അപ്പോൾ അവിടെ ഡേറ്റ് എഴുതുക, 25/10/2026. എത്ര ഡേറ്റ് എന്ന് വെച്ചാൽ എഴുതുക. വേണമെങ്കിൽ ശനിവാർ, മംഗൾവാർ, ബുധവാർ എന്നൊക്കെ, ശനിയാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച എന്നൊക്കെ എഴുതിക്കോളൂ. ഓക്കെ. ആജ് കി രാത്ത്, ഇന്നത്തെ രാത്രി മേരെ ലിയേ ബഹുത്ത് യാദ്ഗാർ രഹി, എനിക്ക് വളരെ മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയാണ് അല്ലേ. യാദ് അല്ലേ, വളരെ ഓർമ്മിക്കുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണത്? സർദി കി രാത്ത് ഥി, തണുപ്പ്. സർദി പറഞ്ഞ തണുപ്പാണ്, നല്ല തണുപ്പുള്ള രാത്രിയാണ്. ആജ് ഘർ കെ പാസ് ബാഹർ സേ ഏക് ഛോട്ടാ സാ പില്ല മില, ഇന്ന് എനിക്ക് വീടിൻ്റെ പുറത്തുനിന്ന് ഒരു ചെറിയ കൊച്ചു പട്ടിക്കുട്ടിയെ കിട്ടി. ഛോട്ടാ സാ പില്ല, ചെറിയ പട്ടിക്കുട്ടിയെ മില കിട്ടി എന്നാണ് പറയുന്നത്. ആജ്, ആജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന്. ആജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന്. കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നും നാളെ എന്നും അർത്ഥമുണ്ട് കേട്ടോ. ആജ് ഇന്ന്. ഇന്ന് പെഹലി ബാർ ഖിഡ്കി സെ മേനെ ഉസ് ബേച്ചാരെ പിള്ളേക്കോ ദേഖാ താ, ആദ്യമായിട്ട് ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ആ പാവം പട്ടിക്കുട്ടി ഇന്നാണ് ഞാൻ കണ്ടത്. പാസ് ജാക്കർ ഉസെ ഉഠായ, ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് അവനെ എടുത്തു. മേരെ പാസ് ബിഠായ, എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ അവനെ ഇരുത്തി. എന്നിട്ട് എന്ത് കൊടുത്തു? ചായ അവർ ബിസ്കുട്ട് ദിയാ, ചായയും ബിസ്ക്കറ്റും കൊടുത്തു. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പം നേരെ പീച്ചെ ചലത്തെ ഉസ്കോ മാം ടോമി ബുലാത്തി, അവൻ എൻ്റെ പുറകെ എവിടെ പോയാലും ഇങ്ങനെ ഓടി വരും. അപ്പം എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആ പട്ടിക്കുട്ടിക്ക് ഞാനൊരു പേരിട്ടു, ടോമി എന്ന് പേരിട്ടു. ബഹുത് ഡറാ ഹുവാ അവർ ഭൂക്കാ ലഗ് രഹാ താ, ഡർന എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിക്കുക. അവൻ വളരെ പേടിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ ഭൂഖാ, വിശന്നിരിക്കുകയായിരുന്നു. മുझे ഉസ് പർ ദയ ആ ഗയി, എനിക്ക് അവനോട് ദയ തോന്നി. മൈ മുസെ അപ്പനെ ഘർ ലേ ആയി, ഞാൻ അവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആജ് മുझे ബഹുത്ത് ഖുഷി ഹൈ, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ആം വെരി ഹാപ്പി ടുഡേ അല്ല, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഖുഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷമാണ്. മൈം ഏക് അസഹായ ജീവിക്ക് മദത് കർ സക്കി, എനിക്കിന്ന് ഒരു ആരോരുമില്ലാത്തൊരു ജീവിയെ സഹായിക്കാൻ പറ്റി. മദത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പ് ചെയ്യാൻ പറ്റി. മൈം ഉസ്കി അച്ഛി തരഹ് ദേഖ്ഭാൽ കരുങ്കി, ഞാൻ അവനെ നല്ല അടിപൊളിയായിട്ട് ഞാൻ അവനെ നോക്കും അല്ലേ, ടേക്ക് കെയർ ചെയ്യും.
മുझे ലഗ്താ ഹൈ कि आज मुझे एक नया और प्यारा दोस्त मिल गया है. എനിക്ക് തോന്നുന്നത് എനിക്ക് ഇന്നൊരു പുതിയ ഒരു നല്ല ലവ്ലി ആയിട്ടുള്ള പ്യാരായിട്ടുള്ള ഒരു ദോസ്തിനെ കിട്ടി. എന്താ ദോസ്ത്? ഫ്രണ്ടാണ്. എനിക്ക് നല്ല ഒരു ചക്കര കുട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടി. ഇങ്ങനെ ഒരു ഡയറി നിങ്ങൾ എഴുതണം. അപ്പോൾ ഈ മോഡൽ നോക്കിയിട്ട് മക്കൾ സ്വന്തമായിട്ട് എഴുതുക. ഇനി പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ചോദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യം ഇതാ ഇവിടെ. ഈ ചോദ്യമാണ് വരാൻ പോകുന്നത്. എന്താണ് ആ ചോദ്യം? ഒരു സൂചന കൊടുത്തിട്ടുണ്ടാവും. 1 എ എന്താണ്? സൂചന, ഒരു നോട്ടീസ്, അവിടെ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ആദ്യം ക്വസ്റ്റ്യൻ 10 പ്രാവശ്യം വായിക്കണം. ധൂപ്പ് ആ ഗയി, വെയിൽ വന്നല്ലോ. കവിത കാ യഹ് അംശ് പഠേം, ഈ ഭാഗം വായിച്ചു നോക്കുക. അംശ് പഠേം എന്ന് പറഞ്ഞാൽ ധൂപ്പ് ആ ഗയി എന്ന് പറയുന്ന കവിതയുടെ ഈ ഒരു ഭാഗം വായിച്ചു നോക്കുക. ആ ഒരു പ്രശ്നം നമുക്ക് ഉത്തരം ലിഖേ, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ ധൂപ്പ് ആ ഗയി എന്ന് പറയുന്ന കവിതയിലാണ്. ഈ പെട്ടിയിൽ കൊടുത്തിരിക്കുന്നതാണ് കവിത. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? പങ്ക്തിയാം സഹി റൂപ് സേ ലിഖേ. കവിതയിലെ വരികൾ ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഓർഡർ ആക്കണം. നോക്കിയേ, 1 2 3 4 4 വരികൾ പെട്ടിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾ ഓർഡർ ആക്കണം. A B C. നോക്കിയേ, ധൂപ്പ് ആ ഗയി സുബഹ്, അല്ല, ആ ഗയി സുബഹ് സുബഹ് കി ധൂപ്പ് എന്നാണ് അല്ലേ? ഒന്നെന്താണ്? ആ ഗയി സുബഹ് സുബഹ് കി ധൂപ്പ്. അപ്പോൾ അത് തെറ്റല്ലേ? കവിത വായിച്ചവർക്കറിയാം ആദ്യത്തെ വാക്ക് ഏതാണ്? ധൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഒന്നിൻ്റെ ഓർഡർ എങ്ങനെയാണ്? സി ആണ് ആദ്യം അല്ലേ? ധൂപ്പാണ് ആദ്യം. പിന്നെ ധൂപ്പ് ആ ഗയി എന്നാണ്. അപ്പോൾ എ ആണ് ആദ്യം. പിന്നെ സുബഹ് സുബഹ് കി എന്നാണ്. അപ്പോൾ CAB അല്ലേ? CAB എന്നാണ് വരിക. അപ്പോൾ ധൂപ്പ് ആ ഗയി സുബഹ് സുബഹ് കി, അത് താഴേക്ക് അതുപോലെ എഴുതണം കേട്ടല്ലോ. പരീക്ഷയ്ക്ക് ഈ ചോദ്യമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിതയിലെ വരികൾ തെറ്റിച്ച് കൊടുത്തിട്ട് ശരിയാക്കാനാണ് ഉണ്ടാവുക കേട്ടോ. എളുപ്പമാണ്. കവിത നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മതി. പാട്ട് പാടുന്ന പോലെ പഠിച്ചാൽ മതി. ധൂപ്പ് ആ ഗയി സുബഹ് സുബഹ് കി അല്ലേ? രണ്ടാമത്തെ വരി എന്താണ്? കലിയാം അല്ലേ? പ്യാരി പ്യാരി മെഹക്കി കലിയാം എന്നാണ്. അത് തെറ്റല്ലേ? അത് തെറ്റാണ്. കാരണം എന്താണ്? കലിയാം പ്യാരി പ്യാരി മെഹക്കി എന്നാണ്. അപ്പം അതെങ്ങനെയാ? CAB, അതും CAB എന്നാണ് അല്ലേ? കലിയാം പ്യാരി പ്യാരി മെഹക്കി. അടുത്തത് മൂന്നാമത്തതോ? അതും ആദ്യം കലിയാം തന്നെയാണ് അല്ലേ? അപ്പോൾ അത് B ആണ്. കലിയാം ക്യാരി ക്യാരി മെഹക്കി, അത് BCA എന്ന് വരും അല്ലേ? BCA. പിന്നെ നാലാമത്തതോ? അത് കലിയാം തന്നെയാണ്. അപ്പോൾ A കലിയാം ഇത്തനി സാരി മെഹക്കി, ACB. അപ്പോൾ CAB CAB BCA ACB ഇങ്ങനെയല്ലേ വരിക? ഇതുപോലെ തെറ്റാതെ ആ ലിറിക്സ് നോക്കി എഴുതണം. കവിതയിലെ വരികൾ തെറ്റാതെ ടെക്സ്റ്റ് നോക്കി പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. എങ്ങനെ കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ റെഡി ആണല്ലോ. ഇനി അതേ കവിത എന്നുള്ള രണ്ടാമത്തെ ചോദ്യം ഖ ആണ്. ഇതെന്താണ്? ക ആണ്. ഇതെന്താണ്? ഖ ആണ്. മനസ്സിലായോ? ക്യാ മെഹക്ക് രഹി ഹെ, എന്താണ് മെഹക്ക്? എന്താണ് അവിടെ മെഹക്കി എന്ന് പറയുമ്പോൾ കണ്ടോ? ഇതാ കലിയാം പ്യാരി പ്യാരി മെഹക്കി. എന്താണ് മെഹക്കി? ധൂപാണോ ചിടിയാണോ? ധൂപ്പല്ല, വെയിലല്ല, ചിടിയ പക്ഷിയല്ല, സൂര്യനല്ല. പിന്നെന്താണ്? കലിയാം അല്ലേ? കലിയാമാണ് മെഹക്കി. കലിയാം പ്യാരി പ്യാരി മെഹക്കി. അപ്പോൾ ലിറിക്സ് പഠിച്ചവർക്ക് അറിയാം, കവിത പഠിച്ചവർക്ക് അറിയാം. മെഹക്കി എന്താണ്? സുഗന്ധം പരത്തിയത് ആരാണ്? മൊട്ടുകളാണ്. ഇനി അത് കഴിഞ്ഞു. അടുത്തത് രണ്ടാമത്തത് അഥവാ. കണ്ടോ? അഥവാ, അതല്ലെങ്കിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത്? അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഇത് എഴുതുക, അതല്ലെങ്കിൽ ഇത് എഴുതുക. A B കാണുമ്പോൾ അഥവാ വന്നു കഴിഞ്ഞാൽ ചിടിയാക്ക ഘർ. അപ്പോൾ അടുത്ത കവിതയാണ്. അപ്പോൾ ധൂപ്പ് ആ ഗയി പഠിക്കാത്തവർക്ക് ചിടിയാക്ക ഘർ ഓർമ്മയുണ്ടെങ്കിൽ അതിൽ നിന്ന് ആൻസർ എഴുതാം കേട്ടോ. ചിടിയാക്ക ഘർ കവിത കാ യഹ് അംശ് പഠേ और प्रश्नों के उत्तर लिखे. ഇതും കവിത പഠിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാനാണ്. പങ്ക്തിയാം സഹി റൂപ് സേ ലിഖേ, ഇതും അതേപോലെ തെറ്റിച്ചു കൊടുത്ത കവിതയിലെ വരികൾ ശരിയാക്കി എഴുതാനാണ്. ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും 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 വരും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, ചോഞ്ചുമേം തിൻക ചിടിയാ ലിയേ എന്നാണ്. പറഞ്ഞേ എങ്ങനെയാ വരിക? അതേപോലെ കവിത എടുക്കുക. ചിടിയാക്ക ഘർ, ടെക്സ്റ്റ് ബുക്ക് എത്രാമത്തെ പേജാണ്? പേജ് നമ്പർ 33 അല്ലേ? ചിടിയാ ലിയേ ചോഞ്ചുമേം തിൻക എന്നാണ് അല്ലേ? ABC 1 2 3 4 5. നോക്കിയേ, അപ്പോൾ ചിടിയാ ലിയേ ചോഞ്ചുമേം തിൻക. അപ്പോൾ ഒന്നാമത്തത് ചിടിയാ ലിയേ, സി ആദ്യം വരും. പിന്നെ ചോഞ്ചുമേം തിൻക A, പിന്നെ B, CAB എന്ന് വരും. ഇനി ബനാനെ ഘർ ചലി എന്നാണ്. ചലി ബനാനെ ഘർ എന്നാണ് വരിക കേട്ടോ. ചലി ബനാനെ ഘർ. അപ്പോൾ CAB, ചലി ബനാനെ ഘർ, CAB.
അടുത്തത് 3 എങ്ങനെയാണ്? രഹേഗ കോൻ രഹേഗ കോൻ അല്ലേ? അപ്പോൾ എങ്ങനെ വരും? കോൻ രഹേഗ എന്ന് വരും. അപ്പോൾ എങ്ങനെ എഴുതും? ആദ്യം സി എഴുതും, പിന്നെ എ എഴുതും, പിന്നെ ബി എഴുതും. അപ്പോൾ എങ്ങനെയായി? കോൻ രഹേഗ കറക്റ്റായി. ഉസ് ഘർ കെ അന്തർ എന്നാണ് അല്ലേ അടുത്തത്. ഘർ കെ ഉസ് അന്തർ എന്നാണുള്ളത്. അപ്പോൾ ഉസ് ഘർ കെ അന്തർ എന്നാക്കണമെങ്കിൽ ബി എ സി, ഉസ് ഘർ കെ അന്തർ അല്ലേ? നോക്കിയേ, ഇതാ ഉസ് ഘർ കെ അന്തർ. ഓക്കെ, വളരെ സിമ്പിളാണ് കേട്ടോ, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫൈനലി എന്താ വരിക? ചിടിയാക്കെ ദോ ബച്ചേ ഹോങ്കെ എന്നാണ്. അപ്പോൾ ചിടിയാക്കെ എന്നുള്ളത് ബി ആണ്, ദോ ബച്ചേ എന്നുള്ളത് സി ആണ്, ഹോങ്കെ എന്നുള്ളത് എ ആണ്, ബി സി എ. അപ്പോൾ ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതുക: ചിടിയാലിയെ ചോഞ്ചുമേൻ തിനുക ചലി ബനാനെ ഘർ, കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ, ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കെ ഉസ് ഘർ കെ അന്തർ, ഉസ് അല്ലേ, पर निकले तो उड़ जाएंगे फर 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 फर. ഓക്കെ, അങ്ങനെയാണ് അത് എഴുതുക. ചോഞ്ച് മേങ് കിസ്നെ തിൻകാ ലിയാ ഹെ, ആരാണ് ചുണ്ടിൽ പുൽക്കൊടി ഏന്തിയിട്ട് വന്നത്? ആരാണ്? വെയിലാണോ? അല്ല. വീടാണോ? അല്ല. കുട്ടികളാണോ? അല്ല. പിന്നെ ആരാണ്? ചിടിയ. ആരാണ് ചുണ്ടിൽ പുൽക്കൊടി ആയിട്ട് വന്നത്? പക്ഷിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ സൂചന കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിത്ര ദേഖേ നിർദ്ദേശിക്ക അനുസാർ രംഗ് വരെ. അപ്പോൾ നിങ്ങൾ കളർ പെൻസിലും സ്കെച്ച് പെൻസിലൊക്കെ കൊണ്ടുപോകണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? കളർ കൊടുക്കുക, നമ്പർ തെറ്റാതെ. കാല എന്ന് പറഞ്ഞാൽ എന്താ കളറ്? ബ്ലാക്ക് ആണ്, കറുപ്പാണ്. അപ്പോൾ കറുപ്പ് കൊടുക്കേണ്ടത് എവിടെയാ? നമ്പർ 1 കറുപ്പ്. പിന്നെ ഹര എന്ന് പറഞ്ഞാൽ പച്ച, ഗ്രീൻ ആണ്. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, ചുമപ്പാണ്. പിന്നെ നീല, ബ്ലൂ ആണ്. അപ്പോൾ ഇങ്ങനെ കളേഴ്സ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പൂമ്പാറ്റയ്ക്ക്, തിത്തലിക്ക് കളർ കൊടുത്താൽ മാർക്ക് കിട്ടി. യഹ് കിസ്കാ ചിത്ര ഹേ? ഇത് ആരുടെ ഫോട്ടോ ആണ്? ഈ ഫോട്ടോ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ബാദലാണോ? മേഘമാണോ? അല്ല. പക്ഷിയാണോ? അല്ല. പക്ഷിയാണോ? അല്ല. പിന്നെന്താണത്? ഫൂൽ, പുഷ്പമാണോ? അല്ല. ഇതെന്താണ്? തിത്തലി. എന്താണ്? തിത്തലി. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. സൂചന ചിത്ര പെഹചാൻ അവർ നാമ ചുൻകർ ലിഖേ. ചിത്രം നോക്കുക, താഴെ പെട്ടിയിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് അതിൻ്റെ പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. ഇങ്ങനത്തെ ചോദ്യം എന്തായാലും വരും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് അവിടെ ഒരു പക്ഷിയാണല്ലേ. അപ്പോൾ നമുക്ക് പേരിടാം 1 2 3 4 5. ഓക്കെ, അപ്പോൾ ചിടിയാണ് 1, പക്ഷിയാണ്. പിന്നത്തതൊരു മൊട്ടാണല്ലേ, അപ്പോൾ ഇത് 2 ആണ്. പിന്നെ ഒരു പട്ടിക്കുട്ടിയാണ്, അത് 3 ആണ്. പിന്നെ പുസ്തകമാണ്, അത് 4 ആണ്. പിന്നെ ഈച്ചയാണ്, അത് 5 ആണ്. വളരെ സിമ്പിളാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകമാണ്, പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടിയാണ്, മഖി എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്, മധുമക്കി തേനീച്ചയാണ് കേട്ടോ. ചിടിയ പക്ഷിയാണ്, കലി എന്ന് പറഞ്ഞാൽ മൊട്ടാണ്, മൊട്ട് ബെഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അത് അഥവയാണ് കേട്ടോ, ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സൂചന ചിത്ര പെഹചാന് അവർ നാമ ചുൻകർ ലിഖേ. അതേപോലെ പിക്ചേഴ്സ് കണ്ടിട്ട് നിങ്ങൾ പേര് എഴുതുക. അപ്പോൾ നമുക്ക് പേരിടാം 1 2 3 4 5. ആദ്യം നമ്പർ 1 വീടാണ് അല്ലേ, ഇതാണ് നമ്പർ 1. പിന്നെ ഒരു പൂലാണ് നമ്പർ 2. പിന്നെ ഒരു മരമാണ് നമ്പർ 3. പിന്നെ ഒരു ഫിഷാണ് നമ്പർ 4. പിന്നെ ഒരു പെൺകുട്ടിയാണ് നമ്പർ 5. അപ്പോൾ ഘർ എന്ന് പറഞ്ഞാൽ വീട്, ഫോട്ടോ കണ്ടാൽ മനസ്സിലായി. പൂൽ എന്ന് പറഞ്ഞാൽ പൂവാണ്, മനസ്സിലായി. പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്, ട്രീ ആണ്, മനസ്സിലായി. മച്ഛലി എന്ന് പറഞ്ഞാൽ മത്സ്യം ആണ്, മീനാണ്, മനസ്സിലായി. പിന്നെ ലടുക്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്, മനസ്സിലായി. എന്തൊരു ഈസിയാണല്ലേ. അടുത്തത് സൂചന, നാലാമത്തെ ക്വസ്റ്റ്യൻ. സൂചന ചിത്ര ദേഖേ അവർ ഉത്തർ ലിഖേ. അതും ചിത്രം കണ്ടിട്ട് ആൻസർ ചെയ്യാനാണ്. നമ്മൾ പഠിച്ച പാഠത്തു നിന്നുള്ള സെയിം ചോദ്യമാണ്. ഈ ചോദ്യം പരീക്ഷയ്ക്ക് എന്തായാലും വരും. ഞാൻ ഗ്യാരണ്ടി, എക്സാമിനർ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഇതാ എക്സാമിനറുടെ മക്കൾക്ക് വേണ്ടി മാത്രം ഇതാ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒറിജിനൽ ക്വസ്റ്റ്യൻ കേട്ടോ. ആ ക്വസ്റ്റ്യൻ നാളെ വന്നിരിക്കും നിങ്ങളുടെ എക്സാമിന്. അപ്പം ചിത്ര ദേഖേ അവർ ഉത്തർ ലിഖേ. रात को बिस्कुट नीदू के साथ किताब पंखे के. നോക്കിയേ, ടോമിക്കോ ക്യാ ഖാന പസന്ത് താ. ടോമിക്ക് എന്ത് കഴിക്കുന്നതാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. ടോമിക്ക് എന്ത് കഴിക്കുന്നതാണ് ഇഷ്ടം രാത്രിയിൽ? ടോമിക്കോ ബിസ്കുട്ട് ഖാന അല്ലേ, ബിസ്കുട്ട് ഖാന പസന്ത് താ. അപ്പോൾ ഉത്തരം എന്താണ്? ബിസ്കുട്ട് ഖാന പസന്ത് താ. നമ്പർ 1 ഇതാ ഇവിടെ എഴുതിക്കോട്ടോ, നമ്പർ 1. ഇനി അടുത്തത് ടോമി കിസ്കെ നീച്ചെ സോത്താത്ത. എവിടെയാണ് ടോമി ഉറങ്ങിക്കൊണ്ടിരുന്നത്? നമ്പർ 2 പങ്കേക്കെ നീച്ചെ. ഇനി ഫാനിൻ്റെ ചോട്ടിലാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ടോമി കിസ്കെ സാത്ത് ഖേൽത്താത്ത. നീതുവിൻ്റെ കൂടെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അല്ലേ.
അപ്പോൾ നീതു കെ സാത്ത് നമ്പർ 3. ഇവിടെയും സാത്ത് ഉണ്ട്, അവിടെയും സാത്ത് ഉണ്ട്. ഓക്കെ, അടുത്തത് ടോമി ക്യാ പഠിത്താ താ നമ്പർ 4. എന്താണ്? പുസ്തകമാണ് വായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? കിതാബ് നമ്പർ 4. അടുത്തത് കിതാബ് പുസ്തകമാണ് കേട്ടോ. മേരി കിതാബ്, മേരി പുസ്തകം. നീതുക്കോ ടോമി കബ് മില, എപ്പോഴാണ് നീതുവിന് നായ്ക്കുട്ടിയെ കിട്ടിയത്? രാത്കോ, രാത്രിയിലാണ് കിട്ടിയത്. അപ്പോൾ 5-മത്തത് രാത്കോ. വെരി ഈസി, വെരി ഈസി, വെരി ഈസി. ജസ്റ്റ് ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, മക്കളെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്താൽ 1 മാർക്ക് പോലും വേസ്റ്റ് ആവില്ല, ഫുൾ സ്കോർ നമുക്ക് കിട്ടും. 5-മത്തെ ചോദ്യം, ചിത്രയ്ക്ക് അനുസാർ വാക്യ ലിഖേ. ചിത്രം നോക്കിയിട്ട് ഒരു സെൻറ്റൻസ് എഴുതുക. വാക്യം എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ആണ്, വാചകമാണ്. ഒരു വാക്യം, ഒരു വാചകം എഴുതുക. ലഡ്കി ഡാഷ്, ലഡ്കി എന്ത് ചെയ്യാണ് അവിടെ? ഞം 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 അല്ലേ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലഡ്കി ഖാത്തി ഹേ, അവൾ ഫുഡ് കഴിക്കുകയാണ്. കഴിക്കുക എന്നുള്ളത് എന്താ പറയുക? ഖാത്തി ഹേ. പിന്നെ അടുത്തത് ലഡ്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത് കൊണ്ട്. അപ്പോൾ ലഡ്കി ഖേൽത്തി ഹേ, ലഡ്കി ഖേൽത്തി ഹേ. അടുത്തത് ലഡ്കി നടന്നു പോവുകയാണ് അല്ലേ? ഓടുകയാണോ നടക്കുകയാണോ? ഓടുകയാണ്, കണ്ടോ? ഓടുകയാണ്. അപ്പോൾ ലഡ്കി ദൗഡ്ത്തി ഹേ, ലഡ്കി ദൗഡ്ത്തി ഹേ. അടുത്തത് ലഡ്കി ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ ബൈഠനെയാണ് ഇരിക്കുക. അപ്പോൾ ലഡ്കി ബൈഠത്തി ഹേ. അടുത്തത് ലഡ്കി സോത്തി ഹേ, ലഡ്കി ഉറങ്ങുകയാണ്. ലഡ്കി സോത്തി ഹേ. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഖേൽന എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കുക. ഖേൽത്തി ഹേ, അവൾ കളിക്കുന്നു. ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഖാത്തി ഹേ, അവൾ കഴിക്കുന്നു. ദൗഡന പറഞ്ഞാൽ ഓടുക. ദൗഡത്തി ഹേ, അവൾ ഓടുന്നു. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. സോത്തി ഹേ, അവൾ ഉറങ്ങുന്നു. ബൈഠന എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ബൈഠത്തി ഹേ, അവൾ ഇരിക്കുന്നു. ഓക്കെ, അവനാണെങ്കിൽ ബൈഠത്താ ഹേ, ഖേൽത്താ ഹേ, സോത്താ ഹേ എന്നൊക്കെ വരും കേട്ടോ. ഇത് പെൺകുട്ടി ആയതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പിള്ള കവിതാക്കി പങ്ക്തിയാൻ ക്രമസേ ലിഖേ. പരീക്ഷയ്ക്ക് നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. പിള്ള കവിതാക്കി പങ്ക്തിയാൻ ക്രമസേ ലിഖേ. എക്സാമിന് എന്തായാലും വരാൻ പോകുന്ന സാധനമാണ്. പിള്ള കവിതയിലെ വരികൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രമത്തിൽ എഴുതുക. അതപ്പോൾ തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ്. ക്രമത്തിൽ എഴുതുക. അതിനാദ്യം എന്ത് ചെയ്യണം? പിള്ള എന്ന് പറയുന്ന കവിത നിങ്ങൾ പഠിച്ചിരിക്കണം. സഫ്ദർ ഹാഷ്മി എഴുതിയിട്ടുള്ള കവിതയാണ് അല്ലേ? ബൂരി ദാടി കാലി മുജ് നീതു കാ था पिल्ला एक घड़े घड़े गिर पड़ता था छोटी टांगे लंबी मुझ लंबी पूछ മക്കി സേ ബഹലെടുത്താത്ത ബദൻ പേ ഉസ്കെ റോയെ അനേക. അപ്പോൾ ഇതിൽ ഓർഡർ ആക്കണം അല്ല, ഇതിപ്പോൾ ഓർഡർ തെറ്റിച്ചിട്ടാണുള്ളത്. ആദ്യം നമുക്കറിയാം നീതു കാ ഥാ പിള്ള ഏക്ക്, നീതുവിനൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ഇത് ഇടയിലുള്ള വാക്കുകൾ ഓർഡർ ചെയ്യാനല്ല, മൊത്തം കവിത ഓർഡർ ചെയ്യാനാണ്. അപ്പോൾ ഓരോ വരിയും കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഓർഡർ തെറ്റാണ്. നമ്മൾ ഫസ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വാക്കുകൾ തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നീതു കാഥ പിള്ള ഏക്ക്, നീതുവിനൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അത് 1-മത്തെ വരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി 2-മത്തെ വരി എവിടെ വരും? ഇത് 1-മത്തെ വരി. ഇനി 2-മത്തെ വരി ഏതാണ്? ബദൻ പേ ഉസ്കെ റുയേ അനേകാണ് അല്ലേ? അവൻ്റെ മുഖത്ത് ഒരുപാട് രോമങ്ങളുണ്ട്. പിന്നെ അവൻ്റെ കാല് ചെറുതാണെങ്കിലും വാല് വലുതാണെന്ന് പറയുന്നത് നമ്പർ 3 ആയിട്ട് വരും. പിന്നെ അവൻ്റെ താടി മീശയൊക്കെ പറയുന്നത് അപ്പോൾ അത് നമ്പർ 4 ആയിട്ട് വരും. പിന്നെയോ മഖീസെ, അവൻ ഈച്ചയോട് കളിക്കാറുണ്ട് എന്ന് പറയുന്നത്, യുദ്ധം ചെയ്യാറുണ്ട്, വഴക്ക് കൂടാറുണ്ട് എന്നുള്ളത് നമ്പർ 5 ആയിട്ട് വരും. ഘടേ ഘടേ എന്നുള്ളത് 6-മത്തായിട്ട് വരും. 1 2 3 4 5 6 ഇങ്ങനെയാണ് ഓർഡർ വരിക. നീതു കാ ഥാ പിള്ള ഏക് നമ്പർ 1, ബദൻ പേ ഉസ്കെ റുയേ അനേക് നമ്പർ 2, ചോട്ടി ടാങ്കേ ലംബി പൂഞ്ച് നമ്പർ 3, ഭൂരി ദാടി കാലി മുച്ച് നമ്പർ 4, മക്കി സേ വഹലെടുത്താത്ത നമ്പർ 5 ആൻഡ് ഘടേ ഘടേ ഗിരപ്പെടുത്താത്ത നമ്പർ 6. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 8 അങ്ങനെ ഓരോരോ വരികൾ നോക്കി എഴുതുക. കവിതാക്കി പങ്ക്തിയോങ്കോ ക്രമസേ ലിഖേ. ഇത് വെയിൽ വന്നല്ലോ എന്നുള്ള കവിതയിലെ വരികൾ ക്രമത്തിൽ എഴുതാനാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കവിതയിലെ വരികൾ തെറ്റിച്ച് കൊടുത്തിട്ടാണുള്ളത്, ഒരേ വരിയിലെ സാധനം. അപ്പം 1 2 3 4 5. ഓക്കെ, ഇവിടെ A B C. സുബഹ് സുബഹ് കി ആ ഗയി ധൂപ്പ്. അപ്പോൾ എങ്ങനെ വരും? 1 ധൂപ്പ് ആ ഗയി സുബഹ് സുബഹ് കി, CBA നേരെ തിരിച്ചിട്ടു അല്ലേ? കലിയാം പ്യാരി പ്യാരി മെഹക്കി എന്നാണ്. അപ്പം അതും എങ്ങനെയാണ്? CAB എന്നാണ്. കലിയാം പ്യാരി പ്യാരി മെഹക്കി. അടുത്തതോ കലിയാം തന്നെയാണ് അല്ലേ? അപ്പോൾ B. കലിയാം ക്യാരി ക്യാരി മെഹക്കി, BCA ആണ്. അടുത്തതും കലിയാം തന്നെയാണ്. അപ്പോൾ B. കലിയാം ഇത്തനി സാരി മെഹക്കി, BCA എന്നാണ്. പിന്നെയോ ബാക്കി എന്താണ്? അടുത്ത പോർഷനിലേക്ക് പോയി കേട്ടോ. അടുത്ത പോർഷനിൽ എന്താ ഉള്ളത്?
ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി. അപ്പം ഹവ സി, ബഹ് രഹി ബി എ, സി ബി എ, ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി. അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ചിത്ര ദേഖേ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ചിത്രം നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. യഹ് കിസ്കാ ചിത്ര ഹേ, ഇത് ആരുടെ ചിത്രമാണ്? ഇത് ആരുടെ ചിത്രമാണ്? ബാദലാണോ, മേഘമാണോ? അല്ല. മച്ചലിയാണോ, മീനാണോ? അല്ല. പുഷ്പമാണോ, ഫൂലാണോ? അല്ല. പിന്നെ ആരാണത്? ചിടിയ, പക്ഷിയാണ്. പിന്നെ അതിന് കളർ കൊടുക്കുക. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, ഹര എന്ന് പറഞ്ഞാൽ പച്ച, ബ്ലൂ എന്ന് പറഞ്ഞാൽ നീല, ലാൽ എന്ന് പറഞ്ഞാൽ ചുമപ്പ്, റെഡ്. ഓക്കെ, ചിത്ര ദേഖേ അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. പിക്ചർ നോക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കുത്ത കഹാം ഹേ, കുത്ത എവിടെയാണ്? കുത്ത വീട്ടിൻ്റെ പുറത്താണ് അല്ലേ. അപ്പോൾ കുത്ത കുത്ത ഘർ കെ ബാഹർ ഹേ എന്ന് ഒന്നാമത്തെ വരും. പൗധേമേം ക്യാ ഹേ, ചെടിയിൽ എന്താ ഉള്ളത്? ചെടിയിൽ പൂക്കളാണുള്ളത് അല്ലേ. അപ്പോൾ പൗധേമേം ഫൂൽ ഹേ, അത് രണ്ടാമത്തത് വരും. പേട് പർ ഹേ, ആരാണ്? ലഡ്കി കഹാ ഹേ, ലഡ്കി എവിടെയാണ്? ലഡ്കി പൂന്തോട്ടത്തിലാണുള്ളത് അല്ലേ. ലഡ്കി പൂന്തോട്ടത്തിൽ. അപ്പോൾ ലഡ്കി ബഗീച്ചേമേം ഹേ, അത് മൂന്നാമത്തെ വരും. നദീമേം ക്യാ ഹേ, നദിയിൽ എന്താ ഉള്ളത്? നദീമേം മച്ചലി ഹേ, മീനുണ്ടല്ലേ. അപ്പോൾ 4, വെള്ളത്തിൽ മീനുണ്ട്. സിമ്പിൾ ചോദ്യമാണ്, ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ചിടിയ കഹാ ഹേ, ചിടിയ മരത്തിൻ്റെ മേലെ, പേട് പർ ഹേ, അഞ്ചാമത്തത്. അപ്പോൾ ഇങ്ങനെ പിക്ചർ നോക്കിയിട്ട് ആ സെൻറ്റൻസ് അവിടെ എന്തുണ്ടെന്നൊക്കെ ആൻസറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മതി കേട്ടോ. കവിതാ ക്രമത്തിലേക്ക് വീണ്ടും നീതുവിൻ്റെ അതേ ആ ഒരു പാഠം നമ്മൾ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാക്കാനാണ്. നീതു കഥ പിള്ളായേക്ക്. പെട്ടെന്ന് പറഞ്ഞേ, എങ്ങനെ എഴുതും? നീതുവിൻ്റെ പാഠത്തു നിന്നാണ് കേട്ടോ. നീതു കഥ പിള്ളായേക്ക്. പിള്ള എന്ന് പറയുന്ന പാഠമാണ്, പിള്ള. ഓക്കെ, നീതു കഥ പിള്ളായേക്ക് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്പർ 1. പിന്നെ വദൻ പേ ഉസ്കെ റുയേ അനേക്, നമ്പർ 2. ചോട്ടി ഠാങ്കെ ലംബി പൂച്ച്, നമ്പർ 3. പിന്നെ ഭൂരി ദാടി, നമ്പർ 4. പിന്നെ മഖി, നമ്പർ 5. ഖടേ ഖടേ, നമ്പർ 6. അങ്ങനെ തെറ്റാതെ എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ടോമിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം? ബിസ്കുട്ട് ഖാന, അത് ഓർഡർ തിരിച്ച് കൊടുത്തിട്ടുള്ളത് പിക്ചർ നോക്കി എഴുതാനാണ് കേട്ടോ. ആദ്യം ഏതാ കൊടുത്തിട്ടുള്ളത്? മഖി സേ ലഡ്ന. 1 2 3 4 5. ഇവിടെ ഫസ്റ്റ് മഖി സേ ലഡ്ന 1. പിന്നെ പംഖേ കെ നീച്ചെ സോന 2. പിന്നെ ബിസ്കുട്ട് ഖാന അല്ലേ, നമ്പർ 3. പിന്നെ നീതു കെ സാത്ത് ഖേൽന, നമ്പർ 4. ലാസ്റ്റ് പുസ്തകം പഠിക്കുക, നമ്പർ 5. അപ്പോൾ അത് അപ്പുറത്ത് അതേപോലെ ഓർഡർ തിരിച്ചിരുന്നത് കറക്റ്റാക്കി എഴുതുക. ചിത്ര പഹച്ചാൻ അവർ ശബ്ദ ലിഖ, ഈ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. വളരെ ഈസിയാണ്. ഒന്നാമത്തത് 1 2 3 4 5. ഒന്നാമത്തത് തിത്തലി, പൂമ്പാറ്റ. രണ്ടാമത്തത് ആന, ഹാത്തി. മൂന്നാമത്തത് മുട്ടാണ്, കലിയാണ്. കലി എന്നുള്ള വാക്ക് പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരും. നാലാമത്തത് സൂരജ്, സൂര്യൻ. പിന്നെ അഞ്ചാമത്തത് മേഘം, ബാദൽ. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യം. അപ്പോൾ ആ ഡയറി നോക്കുക, അതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുക. ഇത് അതേപോലെ കവിതകൾ രണ്ടും അതേപോലെ ചോദിക്കും, ഓർഡർ തെറ്റിച്ച് ചോദിക്കും, പരീക്ഷയ്ക്ക് വരും. സെറ്റല്ലേ? അപ്പോൾ ഒന്നുകൊണ്ടും ഒരു ടെൻഷനും വേണ്ട, ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ, കാണാം. ഓക്കെ, ബൈ ബൈ.